ബ്രൂവറിയെ ചൊല്ലിയുള്ള CPM-CPI തർക്കം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി എന്ന ആക്ഷേപം ശക്തമാകുന്നു. കരട് മദ്യനയത്തിൽ എവിടെയും മദ്യശാലകളെ നിയന്ത്രിക്കാനോ മദ്യ ഉൽപ്പാദനം കുറയ്ക്കാനോ ഉള്ള വ്യവസ്ഥകളില്ല. വ്യാപകമായി ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും സർക്കാർ അനുമതി നൽകിയപ്പോഴും CPI മൗനം പാലിച്ചിരുന്നു. പിന്നെ എന്തിനാണ് ഇപ്പോഴത്തെ പ്രഹസനം എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമുക്കറിയാം പല പൊതു സമൂഹത്തിൽ ഉയരുന്ന വിവാദങ്ങൾക്കും CPM-നൊപ്പം നിൽക്കുന്നില്ല എന്ന പ്രതീതി CPI പലപ്പോഴും ജനിപ്പിക്കാറുണ്ട്. പക്ഷേ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കേണ്ടത്. ബ്രൂവറി വിഷയത്തിലടക്കം എതിർപ്പ് പറയുന്നുണ്ടെങ്കിൽ പോലും ശക്തമായ ഒരു നിലപാട് എടുക്കാനോ ഒരു പ്രമുഖ ഘടകകക്ഷി എന്നുള്ള രീതിയിൽ CPM-ന് ഒരു താക്കീത് നൽകാനോ CPI മുതിരുന്നതേ ഇല്ല എന്നുള്ളതല്ലേ വാസ്തവം? രോഹിണി, അങ്ങനെ തന്നെയും പറയാം. കാരണം ഈ CPIയുടെ നിലപാടുകൾ പലപ്പോഴും ഉപരിപ്ലവം മാത്രമായി പോകുന്നതാണ് കാഴ്ചകൾ കണ്ടുള്ളത്. കാരണം സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങളോട് ചിലപ്പോഴൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പിന്നീട് അങ്ങ് ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രൂവറിയുടെ കാര്യം തന്നെ വരികയാണെങ്കിൽ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള CPI തർക്കം പോലും ഒരു തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം നയങ്ങൾ, മദ്യനയം അടക്കമുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രാഥമികമായിട്ടുള്ള അറിവ് ലഭിക്കാതെ ഈ മുന്നണിയിൽ അറിയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ മന്ത്രിമാരറിയാതെ ഈ നയങ്ങളും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാത്തൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന കരട് മദ്യനയവുമായി ബന്ധപ്പെട്ട് പോലും ഇതിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുമ്പോൾ പോലും എന്തൊക്കെയായിരിക്കും ഈ ബില്ലിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഈ നയത്തിൽ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യത്തിൽ അത് CPIക്ക് ഒരു കൃത്യമായ ധാരണ ഉണ്ടായിരിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അറിയിക്കാതെയോ അല്ലെങ്കിൽ നടക്കാതെ മുന്നോട്ട് പോകാത്ത സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് കൂടുതൽ മദ്യമൊഴുക്കാനുള്ള നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൃത്യമായ അറിവ് ഉണ്ടായിരുന്ന പാർട്ടി തന്നെയാണ് CPI എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് CPIയുടെയും CPM-ന്റെയും ഈ തർക്കമൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായി മാത്രമാണ് എന്നുള്ള വിമർശനം ഉയരുന്നത്. അതോടൊപ്പം ഈ നേരത്തെ 1-2 പിണറായി സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്ത് ഏതാണ്ട് 807ഓളം ബാറുകൾക്കാണ് പുതിയ അനുമതി നൽകിയത്. ഈ ബിവറേജസ് കോർപ്പറേഷന്റെ അടക്കം വിവിധ മദ്യശാലകൾ വിവിധയിടങ്ങളിൽ ആരംഭിക്കുന്നു. പലയിടങ്ങളിലും നിരവധി പുതിയ മദ്യശാലകൾക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ഉപഭോഗം വ്യാപകമാക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ CPI മൗനം പാലിച്ചിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് CPI ഈ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴും ഈ പറയുന്ന ഈ ഒരു സമീപനം CPI സ്വീകരിച്ചിരുന്നു. മൗനം പാലിക്കുന്ന സമീപനമായി CPI നിന്നിരുന്നു. അപ്പോൾ അന്ന് മിണ്ടാത്ത CPI എന്നുകൊണ്ട് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളതാണ് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ മാത്രമല്ല, CPIയുടെയൊക്കെ പ്രാദേശിക ഘടകങ്ങളിൽ പോലും ഇത് കൃത്യമായി വരുന്നുണ്ട്. CPM-ന്റെ വലിയേട്ടൻ മനോഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലും ഇത്തരം വിഷയങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട്. കാരണം നേരത്തെ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ വരെ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും CPM-ന് മുന്നിൽ അങ്ങ് ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പ്രാദേശിക ഘടകങ്ങൾക്കൊക്കെ വലിയ എതിർപ്പുള്ളപ്പോഴും CPIയുടെ നേതൃത്വത്തിന് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നില്ലെന്ന വിമർശനവും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ തീരുമാനങ്ങളിൽ പലതും മുന്നണിയിൽ അല്ലെങ്കിൽ CPI അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി സർക്കാരുമായി ചിലപ്പോഴൊക്കെ ഒരു തിരുത്തൽ ശക്തിയാണ് തങ്ങൾ എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ചില സമയത്ത് നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് കാര്യമായ ഇടപെടൽ CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ മദ്യശാലകൾക്ക് നൽകുന്ന ഇളവുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ കള്ളുഷാപ്പുകൾക്കൊക്കെ ഇളവ് നൽകുന്നതൊക്കെ CPI വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. CPIയുടെ സംഘടനകൾക്കും ട്രേഡ് യൂണിയൻ സംഘടനകളടക്കം അല്ലെങ്കിൽ CPIയുടെ ഈ കളിച്ചത്ത് തൊഴിലാളി സംഘടനകളടക്കം ഷാപ്പ് ജീവനക്കാരടക്കമുള്ള സംഘടനകൾ അത്തരം കാര്യങ്ങളൊക്കെ ഈ പറയുന്ന മദ്യഷാപ്പുകളുടെയൊക്കെ ദൂരപരിധി കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ താല്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ എക്കാലത്തും പ്രകടിപ്പിച്ചിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ മദ്യത്തിന്റെ ഉപഭോഗവും ഒക്കെ കൂടാനുള്ള എല്ലാ വഴികളിലേക്കും CPI CPM-നൊപ്പം തന്നെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മദ്യനയത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ നാളെ കൂടുതൽ മദ്യശാലകൾക്കും മദ്യനിർമ്മാണശാലകൾക്കും ഒക്കെ അനുമതി നൽകേണ്ട സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ ഒരു തിരുത്തൽ ശക്തി എന്നുള്ള നിലയിലാണ് CPI നിലകൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, വെളിയം ഭാർഗവനെ പോലുള്ള മുൻ നേതാക്കൾ ശക്തമായ ഭാഷയിൽ CPM-ന്റെ ഇത്തരത്തിലുള്ള തീരുമാനത്തിനെതിരെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ CPI ഇതിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.